നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. മലയാളികൾ ഓണം മൂടി. തിരുവോണത്തെ വരവേറ്റ് മലയാളികൾ ഉത്രാടപ്പാച്ചിലിൽ. ഓണത്തിനോടനുബന്ധിച്ച് കൊടകര സൗഹൃദ കലാവേദിയുടെ നേതൃത്വത്തിൽ പല വ്യഞ്ജനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായി വിതരണം ചെയ്തു. കൊടകര ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 7 ഞായറാഴ്ച ചതയ ദിനത്തിൽ ഓണാഘോഷം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA സുന്ദരിക്ക് പൊട്ടുകുത്തിക്കൊണ്ട് ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ ഓണാഘോഷം കാഹളം 2025 ഉദ്ഘാടനം ചെയ്തു. കൊച്ചി രാജവംശത്തിലെ രാജഭരണകാലത്തെ ഓർമ്മകളുമായി വെസ്റ്റ് കൊരട്ടി യത്തുകുലം വീട്ടിൽ വീണ്ടും സർക്കാരിന്റെ അംഗീകാരമായി ഉത്രാടക്കിഴിയെത്തി. വാർത്തകൾ വിശദമായി. മലയാളികൾ ഓണം മൂടിൽ. തിരുവോണത്തെ വരവേറ്റ് മലയാളികൾ ഉത്രാടപ്പാച്ചിലിൽ. പൂവിളിയുമായി സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും മറ്റൊരു തിരുവോണം കൂടി വരവായി. എങ്ങും പൂക്കളും പൂവിളികളും മാത്രം. അത്തം കറുത്താൽ ഓണം വെളുക്കുമെന്നാണ് ചൊല്ലെങ്കിലും ഈ ഓണത്തിന് കൂട്ടായി പലയിടത്തും മഴയുണ്ട്. പരസ്പര സാഹോദര്യത്തിൽ മലയാളികൾ ഓണം വിവിധ പരിപാടികളോടെ ആഘോഷിക്കുകയാണ്. പൂക്കളങ്ങളും പുലിക്കളിയും സദ്യവട്ടവുമായി എങ്ങും ഓണവിളികൾ മാത്രം. വ്യാപാര സ്ഥാപനങ്ങളിൽ കച്ചവടം പൊടിപൊടിച്ചു. ഓണത്തിനോടനുബന്ധിച്ച് കൊടകര സൗഹൃദ കലാവേദിയുടെ നേതൃത്വത്തിൽ പല വ്യഞ്ജനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായി വിതരണം ചെയ്തു. കൊടകര കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ വിതരണം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം സിബി CD അധ്യക്ഷത വഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, പഞ്ചായത്ത് അംഗം പ്രനില ഗിരീശൻ, സൗഹൃദ കലാവേദി പ്രസിഡന്റ് വിജേഷ്, സെക്രട്ടറി സുരാജ് എന്നിവർ സംസാരിച്ചു. ഓണക്കിറ്റുകൾ സമ്മാനമായി നൽകുകയാണ്. ഇപ്പോൾ ഖദീജയ്ക്ക് കിറ്റ് കൊടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരു ഓട്ടോറിക്ഷ പിടിച്ചാൽ വേണമെന്നത് കൊണ്ടുപോകാം. അരിയും ഓണത്തിനാവശ്യമായ എല്ലാ പലവ്യഞ്ജനങ്ങളും അതിനകത്തുണ്ട്. 10 കിലോ അരിയാണ് അതിനകത്ത്, പഞ്ചസാര 2 കിലോ, വെളിച്ചെണ്ണ, അങ്ങനെ തുടങ്ങി എല്ലാ സാധനങ്ങളും ആ കിറ്റിനകത്തുണ്ട്. ഞങ്ങൾ 10-13 കൊല്ലം ഓണങ്ങളായിട്ട് കൊണ്ടു നടക്കാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അതിലൊട്ടും ഞങ്ങൾക്ക് മാറ്റി കുറിക്കുന്നില്ല, അതിനേക്കാളും കൂടുതൽ മാറ്റം ഞങ്ങൾ ചെയ്യുന്നു. അതായത് ഞങ്ങൾ കുറച്ച് നിർത്താൻ കുറച്ച് കിറ്റ് കൊടുക്കുക. അതുപോലെ കൊടകര ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 7 ഞായറാഴ്ച ചതയ ദിനത്തിൽ ഓണാഘോഷം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര ഗാന്ധിനഗർ വഴിയിടം വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ നടത്തുന്ന ഓണാഘോഷം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. തോമസ് ഫ്രാങ്ക്ലിൻ USA മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചടങ്ങിൽ നിർധനർക്ക് പച്ചക്കറി പലവ്യഞ്ജന കിറ്റുകൾ വിതരണം ചെയ്യും. തുടർന്ന് കൊച്ചിൻ സ്റ്റാർ ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ചാക്യാരും ചാലക്കുടിക്കാരും എന്ന പേരിൽ മെഗാ ഷോ ഉണ്ടായിരിക്കും. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഏകലവ്യ കലാകായിക സമിതി സെക്രട്ടറി TG അജോ, രക്ഷാധികാരി ജോയ് നെല്ലിശ്ശേരി, കൺവീനർ KV ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. ഏകലവ്യ കലാകായിക സമിതി ഈ വർഷവും ഓണാഘോഷ പരിപാടികൾ കൊടകര ഏകലവ്യ കലാകായിക സമിതി വെച്ച് നടത്തുന്നുണ്ട്. 7-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 6 മണി മുതൽ കൊടകര ഗ്രാമപഞ്ചായത്ത് വഴിയിടത്തിൽ വെച്ചാണ് പരിപാടികൾ ആരംഭിക്കുന്നത്. പരിപാടിയിൽ കൊച്ചിൻ സ്റ്റാർ ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ചാക്യാരും ചാലക്കുടിക്കാരും എന്നൊരു മെഗാ ഷോ ഒരു പരിപാടി അതിനൊപ്പമുണ്ട്. അതുപോലെ തന്നെ
നിർധനരായ ആളുകൾക്ക് കിറ്റും അതുപോലെ തന്നെ ധനസഹായവും വിതരണം ആ വേദിയിൽ നടത്തുന്നുണ്ട്. പരിപാടിയുടെ ഉദ്ഘാടനം നമ്മുടെ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫാണ്. അതേപോലെ തന്നെ നമ്മുടെ മുഖ്യ അതിഥി എത്തുന്നത് തോമസ് ഫ്രാങ്ക്ലിൻ USA ആണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും ഉൾപ്പെടെ ജനോപകാരപ്രദമായ ഒട്ടനവധി പ്രവർത്തനങ്ങളുമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഏകലവ്യ കലാകായിക സമിതി പൊന്നിഞ്ചിങ്ങ മാസത്തിലെ തിരുവോണ നാൾ കഴിഞ്ഞതിന് ശേഷം അതേ നാളിൽ ഇങ്ങനെ ഒരു കലാവിരുന്ന് വെക്കുകയാണ്. ഓണത്തിനോടനുബന്ധിച്ച് സൗജന്യമായി പച്ചക്കറികൾ നൽകി ടോമി കള്ളിയത്തുപറമ്പിൽ. കൊടകര തേശ്ശേരി സ്വദേശി ടോമി കള്ളിയത്തുപറമ്പിലാണ് തുടർച്ചയായി എല്ലാ വർഷവും സൗജന്യമായി പച്ചക്കറികൾ കൊടുത്ത് മാതൃകയാകുന്നത്. 8 വർഷത്തോളമായി ഓണം, വിഷു, ക്രിസ്മസ്, കൊടകര ഷഷ്ഠി തുടങ്ങിയ ആഘോഷങ്ങൾക്ക് നിർധനർക്ക് സൗജന്യമായി പച്ചക്കറി നൽകി വരുന്നുണ്ട്. സ്വന്തമായി കൃഷി ചെയ്ത് വിളയിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ടോമി സൗജന്യമായി വിതരണം ചെയ്യുന്നത്. സൗജന്യ പച്ചക്കറി വിതരണത്തിന്റെ ഉദ്ഘാടനം കൊടകര പ്രസ് ക്ലബ് സെക്രട്ടറിയും ഏകലവ്യ കലാകായിക സമിതി സെക്രട്ടറിയുമായ TG അജോ നിർവഹിച്ചു. ഇത്തരത്തിൽ സൗജന്യമായി പച്ചക്കറികൾ വിതരണം ചെയ്യുന്നത് കൂടാതെ ക്ലബ്ബുകൾക്കും സംഘടനകൾക്കും സൗജന്യമായി വിതരണം ചെയ്യുന്നതിനായി പച്ചക്കറികൾ ഇദ്ദേഹം നൽകി വരുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഓണത്തിൻ്റെ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇന്ന് ക്ലബിൻ്റെ പ്രസിഡന്റ് ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ ഏകലവ്യ ക്ലബിൻ്റെ അജോ. ഈ ഉദ്ഘാടനം അജോ ചെയ്തതായിരിക്കും. കൃഷി കൊല്ലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ടോമിയേട്ടൻ ഇവിടെ നാടൻ പച്ചക്കറി കൃഷി ഓണത്തിന് ഇവിടെ എല്ലാ കൊല്ലവും പാവപ്പെട്ട ആളുകൾക്ക് ഫ്രീ ആയിട്ട് കിറ്റുകൾ ടോമിച്ചേട്ടൻ കൊടുക്കാറുണ്ട്. ഷഷ്ഠി, ഓണം, വിഷു അടങ്ങിയ എല്ലാ പരിപാടികൾക്കും നമ്മുടെ ഏകലവ്യ പരിപാടികൾക്കായാലും ഇവിടുത്തെ ആളുകൾക്കായാലും ടോമിച്ചേട്ടൻ നാടൻ പച്ചക്കറി സ്വന്തം പണിയെടുത്ത് ഉണ്ടാക്കുന്ന പച്ചക്കറി ഫ്രീ ആയിട്ടും കൊടുക്കും. പിന്നെ ഇവിടെ പരമാവധി വരുന്ന ആളുകൾക്ക് വില കുറച്ച് കൊടുക്കും. സനീഷ് കുമാർ ജോസഫ് MLA സുന്ദരിക്ക് പൊട്ടുകുത്തിക്കൊണ്ട് ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ ഓണാഘോഷം കാഹളം 2025 ഉദ്ഘാടനം ചെയ്തു. ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളും മറ്റും ആഘോഷം വർണ്ണാഭമാക്കി. സുന്ദരിക്ക് പൊട്ടുകുത്തൽ, തിരുവാതിരക്കളി തുടങ്ങിയ നിരവധി മത്സരങ്ങളും ഉണ്ടായിരുന്നു. പ്രസ് ഫോറം അംഗങ്ങൾക്കുള്ള ഓണക്കോടി വിതരണം നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു. ചടങ്ങിൽ പ്രസിഡന്റ് ഭരിത പ്രതാപ് അധ്യക്ഷത വഹിച്ചു. മുൻ വർഷങ്ങളിലെ പോലെ MLAയുടെ സ്നേഹോപഹാര വിതരണവും ഉണ്ടായി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ CK പോൾ, സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ, ട്രഷറർ റോസ്മോൾ ഡോണി, ഷാലി മുരിങ്ങൂർ, CK സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. PA ഫൈസൽ, വിൽസൺ മേച്ചേരി, ജിസ്ന ജോൺസൺ, മധു ചിറയ്ക്കൽ, രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, MS സദാനന്ദൻ മാസ്റ്റർ, സിജോ ചാതേലി, ലിക്സൺ വർഗീസ്, വിപിൻ സമ്പാളൂർ, ലിമോൻ ജോയ്, ജിനു മേച്ചേരി തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ആളൂർ പൊരുന്നംകുന്ന് ഹൈന്ദവ ജനസേവ സമിതിയുടെ നേതൃത്വത്തിൽ 2ാമത് അഖില കേരള വനിതാ ഓണം കളി മത്സരം വെള്ളിയാഴ്ച തിരുവോണ ദിവസം നടക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെ ആളൂർ പൊരുന്നംകുന്ന് സെന്ററിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് ഓണം കളി മത്സരം ഉദ്ഘാടനം ചെയ്യും. കാവിലമ്മ കലാസമിതി പൂലാനി, വൈദേഹി കുറ്റിച്ചിറ, ശിവനാഥം ചാലക്കുടി എന്നീ ടീമുകളാണ് ഓണം കളി മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഹൈന്ദവ ജനസേവാ സമിതി പൊരുന്നകുന്നിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓണംകളി മഹോത്സവം ഈ വർഷവും നടത്തുകയാണ്. നാളെ തിരുവോണ നാളിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 10 മണി വരെയാണ് നമ്മൾ ഈ ഓണാഘോഷം നടത്തുന്നത്. ഇതിൽ 3 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഒന്ന് കാവിലമ്മ കലാസമിതി പൂരാനി, അതുപോലെ രണ്ടാം ഇതിൽ നിൽക്കുന്നത് വൈദേഹി കുറ്റിച്ചിറ, അതുപോലെ ശിവനാഥം ചാലക്കുടി എന്നിങ്ങനെ 3 ടീമുകളാണ് നമ്മുടെ ഈ ഓണക്കളി മത്സരത്തിൽ നാളെ പങ്കെടുക്കുന്നത്. കൊച്ചി രാജവംശത്തിലെ രാജഭരണകാലത്തെ ഓർമ്മകളുമായി വെസ്റ്റ് കൊരട്ടി യദുകുലം വീട്ടിൽ വീണ്ടും സർക്കാരിൻ്റെ അംഗീകാരമായി ഉത്രാടക്കിഴിയെത്തി. യദുകുലം വീട്ടിൽ രാജീവ് വർമ്മയുടെയും ഉമാ വർമ്മയുടെയും മകളായ പാർവതി വർമ്മയ്ക്ക് 2ാം തവണ സർക്കാരിൻ്റെ ഉത്രാടക്കിഴി ലഭിച്ചു. കൊച്ചി രാജവംശത്തിലെ പിന്മുറക്കാരിയാണ് പാർവതി വർമ്മ. രാജവംശത്തിലെ സ്ത്രീജനങ്ങൾക്ക് ഓണം ആഘോഷിക്കുവാൻ രാജാവ് നൽകി വരുന്ന തുകയാണ് ഉത്രാടക്കിഴി. രാജഭരണം മാറിയപ്പോൾ ഉത്രാടക്കിഴിയുടെ വിതരണം സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു. വീണ്ടും ഒരു പഴയകാല സ്മരണയാണ് ഉത്രാടക്കിഴി ഉണർത്തുന്നതെന്നും സർക്കാരിൻ്റെ അംഗീകാരത്തെ ഏറെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതായി പാർവതി വർമ്മ പറഞ്ഞു. കൊരട്ടി MAM ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പാർവതി വർമ്മ.
ഇവരുടെ അമ്മ നടക്കൽ കോവിലകം വീട്ടിലെ അംഗമാണ്. ഇവരുടെ ഉത്രാടക്കിഴി കണയന്നൂർ താലൂക്കിലെ ഇടപ്പള്ളി കോവിലകത്താണ് ലഭിക്കുന്നതെന്നും കഴിഞ്ഞ ദിവസം അവിടെ പോയി ഉത്രാടക്കിഴി സ്വീകരിച്ചതായി ഉമാവർമ്മ പറഞ്ഞു. ചാലക്കുടി തഹസിൽദാർ കെ എ ജേക്കബ്, ഡെപ്യൂട്ടി തഹസിൽദാർ CV സുരേഷ് കുമാർ, വില്ലേജ് ഓഫീസർമാരായ ഷൈജു CA, മായ ആൻഡു എന്നിവർ പങ്കെടുത്തു. ഓണവുമായി ബന്ധപ്പെട്ട് ചാലക്കുടി താലൂക്കിൽ ഇത്തവണ 4 പേർ സംസ്ഥാന സർക്കാർ പരമ്പരാഗത ആചാരമായ ഉത്രാടക്കിഴി സ്വീകരിച്ചു. ബാറുകളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയ എക്സൈസ് ഇൻസ്പെക്ടർ പിടിയിൽ. ഇരിഞ്ഞാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ N ശങ്കറാണ് പിടിയിലായത്. വിജിലൻസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ 50,000 രൂപയും 7 കുപ്പി മദ്യവും ഇയാളുടെ വാഹനത്തിൽ നിന്ന് പിടികൂടി. ലീവിന് നാട്ടിലേക്ക് പോകുമ്പോൾ ബാറുകളിൽ നിന്ന് പണപ്പിരിവ് നടത്തുന്നത് പതിവായിരുന്നു. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. തൃശൂർ ചിറങ്ങരയിൽ വെച്ചാണ് പരിശോധന നടത്തിയത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,795 രൂപ, പവന് 78,360 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയാളികൾ ഓണം മൂടി. തിരുവോണത്തെ വരവേറ്റ് മലയാളികൾ ഉത്രാടപ്പച്ചിലിൽ. ഓണത്തിനോടനുബന്ധിച്ച് കൊടകര സൗഹൃദ കലാവേദിയുടെ നേതൃത്വത്തിൽ പല വ്യഞ്ജനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായി വിതരണം ചെയ്തു. കൊടകര ഏകലവ്യ കലാ കായിക സമിതിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 7 ഞായറാഴ്ച ചതയ ദിനത്തിൽ ഓണാഘോഷം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA സുന്ദരിക്ക് പൊട്ടുകുത്തിക്കൊണ്ട് ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ ഓണാഘോഷം കാഹളം 2025 ഉദ്ഘാടനം ചെയ്തു. കൊച്ചി രാജവംശത്തിലെ രാജഭരണകാലത്തെ ഓർമ്മകളുമായി വെസ്റ്റ് കൊരട്ടി യത്തുകുലം വീട്ടിൽ വീണ്ടും സർക്കാരിന്റെ അംഗീകാരമായി ഉത്രാടക്കിഴിയെത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.